എനിക്കിറങ്ങാവോ? വേണ്ട, നീ ഇതിനകത്ത് ഇരുന്നാ മതി. നമ്മള് ടൗൺ പരിധി വിട്ടുപോയിട്ടില്ല. എന്നാലും കുഴപ്പമില്ലടാ. നടക്കാൻ കഴിയാതിരുന്ന ഒരാൾക്ക് അതിന് കഴിയുമ്പോ പിന്നെ ഏത് നേരം ഇങ്ങനെ ഇരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാടാ. സാഹസൊന്നും കാണിക്കില്ല കണ്ണേട്ടാ. ഇത് സാഹസമൊന്നും അല്ലല്ലോ. ഞാൻ കാറിന്റെ മറവിൽ ഇങ്ങനെ നിന്നോളാം. നീ ചെല്ല്. അതെ, 4 ഇളനീര്. കണ്ണേട്ടനെ നടക്കാൻ വേണ്ടിട്ടാ ഇപ്പൊ യാത്രയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജർമ്മനി പോവാണെങ്കിൽ പിന്നെ ആരും പേടിക്കണ്ടല്ലോ കണ്ണേട്ടാ. എന്താ അവിടെ മലയാളികളില്ലേ? ആ, മലയാളികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പരിചയക്കാരേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ എപ്പോഴാ നോർമൽ ആവുന്നതെന്ന് അറിയില്ലല്ലോ കണ്ണേട്ടാ. അവന്റെ കൈക്ക് സ്വാധീനം ഉണ്ടോന്നൊന്നും അറിയില്ല. തളർന്നു കിടക്കാണെന്നാ പറഞ്ഞു. കൈക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ അവന് നടന്നൊക്കെ എഴുതി കാണിക്കാൻ പറ്റും. അങ്ങനൊരു അപകടം ഉണ്ട്. തൽക്കാലം അങ്ങനെ സംഭവിക്കില്ലെന്ന് കരുതാം. ഇനി അധികം അതെന്തിനാ? പപ്പാതി കുടിക്കാൻ. ആ, പിന്നെ നമ്മൾ മാത്രം എന്തിനാ കുറയ്ക്കുന്നത്? ആ, നമ്മുടെ ഹണിമൂണൊക്കെ ഒരുപാട് കഴിഞ്ഞതാ. ദാ, ഈ യാത്രയിലെ ആ മാർക്കോയും ലോപ്പസിനെയും അതുപോലെ തന്നെ സാഗറിനെയും മഞ്ജുനെയൊക്കെ കൂട്ടേണ്ടതായിരുന്നല്ലേ? ഒരിക്കലും പാടില്ല. ഈ യാത്രയിൽ സത്യം പറഞ്ഞ നമ്മൾ പോലും പോകാൻ പാടില്ലാത്തതാ. പിന്നെ ഇവന്റെ അവസ്ഥ അറിയാവുന്നോണ്ടല്ലേ നമ്മൾ കൂടെ പോകുന്നത്. ഇതേ ഇവർക്ക് വേണ്ടി മാത്രം ദൈവം അനുവദിച്ച സമയമാ. അങ്ങനൊന്നുമില്ലടാ. മാർക്കോയെ ലോപ്പസിനെയും സാഗറിനെയും മഞ്ജുവിനെയൊക്കെ കൂട്ടി നമുക്കൊരു ടൂർ പോണം. കമ്പനിയുടെ മിനി ബസ് ഉണ്ടല്ലോ, അതിൽ പോവാം. അങ്ങനെയാണെങ്കിലേ അത് ഗുരുവായൂരിലേക്കും അതുവഴി മൂകാംബികയിലേക്കും ഒരു ട്രിപ്പ് വെക്കുന്നതായിരിക്കും നല്ലത്. മഞ്ജുവും പറഞ്ഞു അവിടേക്കൊക്കെ ഒന്ന് പോണോന്ന്. ഇനി പേടിക്കണ്ട മഹി. ഇനിയിപ്പോ ഇതുപോലുള്ള യാത്രകൾ ഒരുപാടുണ്ടാവും. ഞാൻ അമ്മയാവാത്തതുകൊണ്ട് മഹിക്ക് അങ്ങനെ തടസ്സമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മഹി അമ്മയാകുന്നതിന് മുൻപ് മാക്സിമം യാത്രകളൊക്കെ ചെയ്യണം. ജീവിതം അടിച്ചു പൊളിക്കണം. അതെ, തരിശായ ഭൂമിയില് ചെറിയ നനവൊക്കെ ഉണ്ടായല്ലടാ. ചെറിയ പച്ചപ്പൊക്കെ വന്നു. ചെറിയതൊന്നുമല്ല, നല്ല പച്ചപ്പാടാ വന്നിരിക്കുന്നത്. ഇനിയെല്ലാം തഴച്ചു വളർന്നോളൂ. ആ, നീ പോയേ അതിന്റെ പൈസ കൊടുക്കാൻ നോക്ക. ശരി. എത്ര ഏട്ടാ? 200. ശരി, പോ. ആ, പോ. അന്നത്തെ അബോർഷന് ശേഷം വിശദമായൊരു ചെക്കപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെന്താ ലേറ്റ് ആയത്? അത് പിന്നെ ആ ഷോക്കിന്ന് കരുണ മുക്തിയാവാത്തതുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് വരാതിരുന്നതാ. അന്ന് മരണം തലനാരിഴയ്ക്കാ ഒഴിഞ്ഞുപോയത്. ഉള്ളിൽ ചെന്ന പോയിസൺ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം ബാധിച്ചിട്ടുണ്ട്. അത് കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും അന്നത്തെ ആ മാരകമായ വിഷം
അമ്മയാകാനുള്ള കരുണയുടെ ആഗ്രഹത്തെ തല്ലിക്കെടുത്തിരിക്കുക. ഡോക്ടർ, പേടിക്കണ്ട. നല്ല ട്രീറ്റ്മെന്റ് എടുക്കണം, അതും കുറെ നാളത്തേക്ക്. പെട്ടെന്ന് എന്തായാലും ഒരു കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാലും എത്ര താമസം എടുക്കും ഡോക്ടർ? അത് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് മെഡിസിൻ കഴിക്കണം. എന്നിട്ട് എല്ലാ മാസവും ചെക്കപ്പിന് വരണം. ടെസ്റ്റുകളെല്ലാം പോസിറ്റീവായെങ്കിൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. എന്തായാലും അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങളൊരു കുഞ്ഞിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കുട്ടിയുടെ സങ്കടം എനിക്ക് മനസ്സിലായി. എന്നുവെച്ച് വെറുതെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയത് കുട്ടിയുടെ ബന്ധുക്കൾ തന്നെയാണ്. അതിലുപരി ഹസ്ബൻഡ് എന്ന നിലയിൽ നിങ്ങൾ പ്രഗ്നന്റ് ആയ വൈഫിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. എന്നുവെച്ച് തീർത്തും നിരാശപ്പെടണ്ട. ദേ, മരുന്നുകളുടെ ബലത്തില് എല്ലാം നേരെയാവും. ശരി ഡോക്ടർ. ശരി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് മിണ്ടാനാ? നീ എന്തിനാ കരുണ എന്നോട് ചൂടാവുന്നേ? നിർത്ത, വണ്ടി നിർത്ത. അതെന്തിനാ നിർത്തുന്നേ? എനിക്കിതിനകത്തിരുന്നിട്ട് ശ്വാസം മുട്ടുന്നു, അതുകൊണ്ട് തന്നെ. നിർത്താനല്ലേ പറഞ്ഞേ? നിന്റെ അച്ഛന്റെ മുത്തശ്ശിയുടെ ഒക്കെ ഒടുക്കത്തെ ബുദ്ധി കാരണല്ലേ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെട്ടത്? ഒരിക്കലും അല്ല. നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ പയ്യൻ ചെങ്കരിക്കിന്റെ കളറാണെന്ന് മുത്തശ്ശിയാ എന്നോട് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോ അത് ശരിയായിരുന്നു. നിങ്ങളെ കാണാൻ സുന്ദരനായിരുന്നു. അതുകൊണ്ടാ ജാതകങ്ങൾ തമ്മിൽ വലിയ ചർച്ചയില്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും സമ്മതം മൂളിയത്. അതെന്റെ കുറ്റമാണോ? ഒരുമാതിരി വൃത്തികെട്ട ജാതകമാ നിങ്ങളുടേത്. അതും എന്റെ കുറ്റമാണോ? എന്റെ ജാതകം മോശമാവാൻ കാരണക്കാരൻ ഞാനാണോ? ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്കേണ്ടത് നീ നിന്റെ ബന്ധുക്കളായിരുന്നില്ലേ? അതിപ്പോ ഇയാൾക്ക് വേണ്ടെന്ന് വെക്കായിരുന്നില്ലേ? അതെങ്ങനെയാ? ഇയാളും ഇയാളുടെ അമ്മയൊന്നും ജാതകം നോക്കി കാണത്തില്ല. അവിടെ വന്ന് പെണ്ണ് കണ്ടപ്പോ എനിക്കിഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്, ഇയാൾക്കാണെങ്കിൽ ഒന്നുമില്ല. ഏട്ടന്റെ തണലില് കഴിയുന്ന ഇയാളെ അങ്ങേര് പുറത്താക്കിയ ഭാര്യയും ഭാര്യ വീട്ടുകാരും തണലായിരിക്കും ഇയാൾ കരുതി. അതുകൊണ്ടാ ഒരെതിർപ്പും കൂടാതെ സമ്മതം മൂളിയത്. നീ എന്തൊക്കെയാ കരുണ പറയുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് 100% സത്യമായിരിക്കും ഉണ്ണിയേട്ടാ.
ഇനിയിപ്പോ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വേണ്ട. അതിപ്പോ അസ്തമിച്ചു കഴിഞ്ഞു. കുഞ്ഞുണ്ടാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലല്ലോ. ഉണ്ടാകുമെന്നും ഡോക്ടർ പറഞ്ഞിട്ടൊന്നും ഇല്ല. എന്നെങ്കിലും ഒരു കാലത്ത് അതിനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാ മഹാലക്ഷ്മിയെ എനിക്ക് ഈ ജന്മം ജയിക്കാൻ പറ്റില്ല എന്നർത്ഥം. അവളെ മകരമാസത്തിലെ മഞ്ഞിൽ തന്നെ ജീവിതം ആസ്വദിക്കാൻ പോയിരിക്കുക. എനിക്കും ഉണ്ട് നല്ല മഞ്ഞുള്ളപ്പോ മൂന്നാറിലും കൊടൈക്കനാലിലും ഒക്കെ പോണെന്ന്. അതെങ്ങനെയാ? എവിടെയെങ്കിലും പോകുന്നതിന് മുൻപ് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. ഏറ്റവും ചീപ്പായ ഹോട്ടൽ നോക്കും. കല്യാണത്തിന് മുൻപ് എന്റെ അച്ഛൻ എന്നെയും കൊണ്ട് എവിടെ പോയാലും 4 സ്റ്റാറിൽ കുറഞ്ഞ ഒരിടത്തും താമസിക്കത്തില്ലായിരുന്നു. ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്റെ അച്ഛൻ റൂം ബുക്ക് ചെയ്ത് തരുവാണെങ്കിൽ. അല്ലാതെ നിങ്ങൾ ഇന്ന് വരെ സന്തോഷത്തോടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് താമസിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? കുഞ്ഞുണ്ടാകാൻ വൈകുമെന്ന് ഡോക്ടർ പറഞ്ഞോടെ നിന്റെ സമനില തെറ്റിയിരിക്കാക്കരണേ. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല ഞാൻ സംസാരിക്കേണ്ടത്. വന്നേ കാറി കയറാൻ നോക്ക്. എങ്ങോട്ടാ പോന്നെ? നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിലോട്ട് പോണ്ട. എനിക്ക് എന്റെ വീട്ടിലോട്ട് പോയാ മതി. കൊണ്ടുവിടന്നെ. അവിടെയാണെങ്കിലേ എന്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. അവരോട് മിണ്ടിയും പറഞ്ഞു ഇരിക്കുമ്പോ കുറച്ചെങ്കിലും എന്റെ ദേഷ്യം അങ്ങ് തീരും. നിങ്ങളുടെ മോന്ത കണ്ടാലേ എനിക്ക് എന്നെ തന്നെ അങ്ങ് കൊല്ലാൻ തോന്നുക. അത്രയ്ക്കൊരു തോൽവി ആയിപ്പോയി നിങ്ങള്. ഞാനൊന്നും പറയുന്നില്ലെന്ന് കരുതി ചവിട്ടി മെതിക്കരുത് കേട്ടോ. ചവിട്ടി മെതിച്ച ഇയാൾ എന്ത് ചെയ്യും? ഈ ബന്ധം തുടരാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ വീട്ടിലോട്ട് വന്നാലേ മഹാലക്ഷ്മി കണ്ണനൊപ്പം വൃന്ദാവനത്തില് കൃഷ്ണനും രാധയും ജീവിച്ച പോലെയാ ജീവിക്കുന്നത്. അത് കണ്ടുകണ്ട് മനസ്സ് മടുത്തുപോയി. അതുകൊണ്ടാ പറഞ്ഞത് എന്നെ വീട്ടിലോട്ട് കൊണ്ടാക്കാൻ. ശരി. ഓ, ഇനിയിപ്പോ ചെലവ് കുറഞ്ഞു കിട്ടുമല്ലോ. ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യാൻ അടുത്ത് ഞാനില്ലല്ലോ. ജീവിതം സുഖായി. നീ ഇത് രണ്ടും കൂടി പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊന്നും അല്ല പറയേണ്ടത്. വിവാഹത്തിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിയ സമയത്ത് ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, US-ലും UK-ലും ഒക്കെ ശമ്പളം വാങ്ങിക്കുന്നവരൊക്കെ ആലോചനകളുമായിട്ട് വന്നതാ. അപ്പോഴാ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആണെന്നും പറഞ്ഞ് ഇയാള് വന്നത്. വീൽ ചെയറിലിരിക്കുന്ന ചേട്ടൻ വെറും നോക്കുകുത്തിയാണ്. ഏട്ടന്റെ കമ്പനി ഭരിക്കുന്നത് താനാണ്. എന്തൊക്കെയായിരുന്നു ഇപ്പൊ വീൽ ചെയറിലിരിക്കുന്ന അമ്മാവൻ പറഞ്ഞു ഒപ്പിച്ചത്. എല്ലാവർക്കും അബദ്ധം പറ്റും. പക്ഷെ ഇത് വല്ലാത്തൊരു അബദ്ധമായിപ്പോയി. ഒരൊന്നൊന്നര അബദ്ധം. ഓ, വിട് വിട് വിട്. ഹോസ്പിറ്റലിൽ പോയിട്ട് മോളുടെ വിവരമൊന്നുമില്ലല്ലോടാ. അവിടെ പോയിട്ട് വിളിക്കാന്നല്ലേ അമ്മേ പറഞ്ഞേ? വിളിക്കുമായിരിക്കും. എത്രയും പെട്ടെന്ന് മോളുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അവൾക്കൊരു കുഞ്ഞ് ജനിച്ചാലേ ഇനി അവളുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടാവും. കുഞ്ഞ് ജനിക്കാൻ തടസ്സമൊന്നുമില്ലല്ലോ അമ്മേ. എടാ, തടസ്സമൊന്നുമില്ലെന്ന് പറഞ്ഞാ ഒരു കുഞ്ഞു പോയിട്ട് ഇത്രയും നാളായില്ലേ? പിന്നീട് ഇതുവരെ വിശേഷമൊന്നും ഉണ്ടായില്ലല്ലോ. ആഹാ, ദേ മോള് ഇങ്ങോട്ട് വിളിക്കുന്നതിന് പകരം നേരെ ഇങ്ങോട്ട് വരിക ചെയ്തിരിക്കുന്നേ. വരട്ടെ, നമുക്ക് ചോദിക്കാം. ആ വരവത്ര പന്തിയല്ലല്ലോടാ പ്രതാപ. ആ, അതെ അതെ.
എന്തായി മോളെ? എന്താവാനാ, ഇനി കുഞ്ഞ് ജനിക്കത്തില്ല. എന്താ പറഞ്ഞേ? ഇനി ഇനി കുഞ്ഞ് ജനിക്കത്തില്ലെന്നോ? എന്താ ഉണ്ണി ഇത്? അങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞില്ല. പിന്നെ കുറച്ച് സാവകാശം എടുക്കുന്ന ഡോക്ടർ പറഞ്ഞോളൂ. അത്രേ ഉള്ളോ? അത്രേ ഉള്ളെന്ന് വെച്ചാ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. ഇനി കുഞ്ഞുണ്ടാകാൻ പ്രയാസമാണെന്നാ ഡോക്ടറുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഈശ്വരാ. ആ, പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണോന്ന്. എത്ര കാലം ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ആർക്കറിയാം? ഇയാൾക്കൊപ്പം ജീവിച്ചാലേ എനിക്ക് കുഞ്ഞുണ്ടാവില്ല. അപ്പൊ ഉണ്ണിക്കുട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? പക്ഷേ അവിടുന്ന് ഇറങ്ങിയപ്പോ മുതല് എന്നെ പൊരിച്ചോണ്ടിരിക്ക മുത്തശ്ശിയുടെ കൊച്ചുമോള്. എങ്ങനെ പൊരിക്കാതിരിക്കൂടാ ഉണ്ണിക്കുട്ട? നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ കുഞ്ഞിന് കരയാൻ മാത്രമേ നേരമുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞിനെ കളഞ്ഞത് ആരാ? നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടെ അല്ലേ? എങ്ങനെ? അയ്യോ, താൻ ഇവിടെ വന്ന് കൂടുതൽ ഷോയൊന്നും കാണിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാൻ അങ്ങോട്ടില്ല. എനിക്ക് മനസമാധാനം കിട്ടണമെങ്കിലേ എന്റെ അച്ഛന്റെ മുത്തശ്ശിയുടെ അടുത്ത് താമസിക്കണം. മോളുടെ തീരുമാനം അതാണെങ്കിൽ ഇവള് കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ. കുറച്ചു ദിവസമല്ല, ഇനി ഇവിടെ നിൽക്കുന്നുള്ളൂ. ഒരുത്തി ടൂറിന് പോയിരിക്കുക. അവള് ആർത്ത് ഉല്ലസിക്കുക. ഞാൻ മാത്രം ഇയാളുടെ വീടിനകത്ത് തളയ്ക്കപ്പെട്ടു. കല്യാണം കഴിയുന്നതിന് മുൻപ് എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളായിരുന്നു. എന്നിട്ടിപ്പ ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയറും കഴിഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും ആഘോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായോ? അത് ശരിയാ ഉണ്ണിക്കുട്ട. എല്ലാ ന്യൂ ഇയറിനും മോക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങള് ഞങ്ങള് വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതുമാത്രമായിരുന്നോ? മോള് പറയുന്നിടത്തൊക്കെ നമ്മൾ കൊണ്ടുപോകില്ലായിരുന്നോ പ്രതാപ? ആ സമയത്തൊക്കെ ഈ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടവളായിരുന്നു ലക്ഷ്മി. എന്നിട്ടിപ്പോ അവളാണ് ജീവിതം ആഘോഷിക്കുന്നത്. അതൊക്കെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റുമോ ഉണ്ണിക്കുട്ട? ഇനി എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം നിങ്ങളുടെ ഭാഗത്തും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചേടാ, ഞങ്ങൾ എന്ത് ചെയ്തെന്ന ചക്ക നീ പറയുന്നേ? എന്ത് ചെയ്തെന്നോ? ഒരുത്തി ഇവളുടെ അടിമയാന്ന് പറഞ്ഞല്ലേ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അടിമയായോ? അവര് വരുന്നതിന് മുമ്പ് ഞാനും മേക്കേണ്ടൊക്കെ ആയിരുന്നു കമ്പനി നോക്കിക്കൊണ്ട് നടന്നിരുന്നത്. മേൽനോട്ടം മാത്രമേ ഏട്ടനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവര് വന്നതോടെ എല്ലാം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി. ഇപ്പോ സ്വത്തുക്കളും അവരുടെ പേരില്ല. എന്ന് വെച്ചാ നിങ്ങളുടെ എല്ലാവരുടെയും കണക്ക് കൂട്ടലുകൾ പിഴച്ചു. അവര് കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ കമ്പനിയിൽ ഞാനിങ്ങനെ തരം താഴ്ത്തപ്പെടില്ലായിരുന്നു. മേഘേട്ടൻ കമ്പനിയിൽ നിന്ന് പുറത്താവില്ലായിരുന്നു. മതി മതി മതി. ഇനിയിപ്പോ നീ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ കാട് കയറി പോണ്ട. മോക്കിനി അങ്ങോട്ടേക്ക് വരണം എന്നുള്ള തോന്നലുണ്ടാവുമ്പോ മാത്രമേ മോളെ അങ്ങോട്ട് വിടുന്നുള്ളൂ. അച്ഛാ, എനിക്കിനി അങ്ങോട്ടേക്ക് പോകാനുള്ള തോന്നൽ ഉണ്ടാവില്ല അച്ഛാ. പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ പിന്നെ നീ എന്തിനാണ് വെറുതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ നിൽക്കുന്നില്ല. ഇവൾക്ക് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞോണ്ടാ ഇവളെ ഇവിടെ കൊണ്ട് വിട്ടത്. ഇനി ബാക്കി എന്താന്ന് വെച്ചാ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. നാണം കെടുന്നതിനൊരു പരിധിയുണ്ട്. അവന് വാല് മുളച്ചല്ലോ പ്രതാപ. എന്ന് വെച്ചാ അതുപോലെ അല്ലേ അമ്മേ മോൾ അവനെ കുറ്റപ്പെടുത്തുന്നേ? രണ്ടാളും മിണ്ടരുത്. പറഞ്ഞത് കേട്ടല്ലോ. എന്റെ പാദസേവ ചെയ്യൂന്ന് പറഞ്ഞു വിട്ടവളാണ് എന്നെ കയറി ഭരിച്ചത്. എന്തിനാ ആ കുടുംബത്തിലേക്ക് അവളെ പറഞ്ഞു വിട്ടത്? എന്തിനാ അവളെ കണ്ണേട്ടന്റെ ഭാര്യയാക്കിയത്? അതില് അച്ഛനും മുത്തശ്ശിക്കും തുല്യ പങ്കുണ്ട്. ലക്ഷ്മി അന്ന് ഈ കല്യാണത്തിന് തയ്യാറല്ലായിരുന്നുവെങ്കില്
അയാൾക്ക് ഈ ജന്മം ഒരു പെണ്ണ് കിട്ടില്ലായിരുന്നു. ഞാൻ രാജകുമാരിയെ പോലെ ആ വീട്ടിൽ കഴിഞ്ഞേനെ. ഇതിപ്പോ എനിക്ക് എല്ലാം നഷ്ടമായി, എല്ലാം. മോളെ